ബ്രിട്ടീഷ് വിശേഷം എന്ന പ്രോഗ്രാമിന്റെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഡ്രിങ്കാണ് ഈ റെഡ് ബുള്ള് അല്ലെങ്കിൽ ഇതുപോലുള്ള കമ്പനികളുടെ എനർജി ഡ്രിങ്ക്. ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നുമില്ല, കേരളത്തിൽ ഇതിന്റെ ഉപയോഗം ഒരു കുറവുമില്ല. എനിക്ക് തോന്നുന്നു പരീക്ഷാ കാലഘട്ടങ്ങളിൽ നമ്മുടെ സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികളും നിരവധി ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിലും, ഇവിടെ പരീക്ഷാ കാലഘട്ടം വേണമെന്നൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ സൂപ്പർ മാർക്കറ്റ് വഴി പോയപ്പം 4ലോ 5ലോ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ വരെ ഈ എനർജി ഡ്രിങ്കിൽ മേടിച്ച് ഈശ്വര കുടി. അവിടെ മാതാപിതാക്കളും ഒരു കുഴപ്പമില്ല, അവർക്കും ഒരു കുഴപ്പമില്ല. അക്കാര്യത്തിൽ എനിക്ക് സന്തോഷം തോന്നിയ മറ്റൊന്നുമില്ല. ഈ ഗൾഫ് കൺട്രീസിൽ പല രാജ്യങ്ങളിലും അവിടെ ഏജ് റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 14ഓ 15ഓ അല്ലെങ്കിൽ അങ്ങനെയുള്ള, എനിക്ക് എക്സാക്ട്ലി ഏജ് റെസ്ട്രിക്ഷന്റെ ഏജ് അറിയില്ല, പക്ഷേ അവിടെ ഏജ് റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞേക്കുന്നത്. എന്താണെങ്കിലും ഈ കുട്ടികൾ, ഈ 14 വയസ്സിൽ താഴെയുള്ള കൊച്ചു കുട്ടികൾ കുടിക്കുന്നവർക്ക് എത്രത്തോളം ഇതിന്റെ ശരീരത്തിന് ഹാനികരമാണെന്നുള്ള അവർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ മുതിർന്ന കുറെ ആൾക്കാർക്ക് അറിയാം ഇതിന് ശരീരത്തിന് ഹാനികരമാണെങ്കിലും അവരും കുടിക്കുന്നുണ്ട് ഇത്. പക്ഷെ ബേസിക്കലി അവർക്ക് അറിയാവുന്ന ഇതിന്റെ ഒക്കെ കെമിക്കൽസുകളെ പറ്റി കുറച്ചറിയാം. അതുപോലെ തന്നെ കഫീൻ അറിയാം. കഫീന് നോർമൽ എല്ലാ എനർജി ഡ്രിങ്കുകളും 100 ml ഉള്ള എനർജി ഡ്രിങ്കെല്ലാം 0.03% കഫീൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിന് പല പല പ്രോബ്ലംസ് ഉണ്ടാകും. ഉറക്കമില്ലായ്മ, ക്ഷീണം, അങ്ങനെ തുടങ്ങി ചെറിയ ചെറിയ പ്രോബ്ലംസ് തുടങ്ങി ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുവാണെങ്കിലും കിഡ്നി ഫെയിലിയർ വരെ ഉണ്ടാകാം. ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞിരുന്ന മറ്റൊന്നുമല്ല, ഇതിന്റെ അകത്ത് ഈ കണ്ടന്റും ഇങ്ങനെ കെമിക്കൽസും എല്ലാം ഓൾമോസ്റ്റ് ആൾക്കാർക്ക് അറിയാം. പക്ഷെ ഈ കെമിക്കൽസ് അറിയാവുന്ന ആൾക്കാർക്കും ആണെങ്കിലും ഇതിന്റെ അകത്ത് ഒരൊറ്റ കണ്ടന്റ് പലർക്കും അറിയത്തില്ല. തുറന്ന് ഞാൻ പറയാലോ. അതായത് മറ്റൊന്നുമല്ല, ഇതിന്റെ അകത്ത് ടൊറൈൻ എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് എല്ലാ എനർജി ഡ്രിങ്കിലും ഉണ്ടത്. അത് 0.4% ആണ്. എന്ത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം വാട്ട് ഈസ് ടൊറൈൻ? എത്ര പേർക്കറിയാം? ഞാൻ പറയട്ടെ, ടൊറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാളയുടെ ശുക്ലം. ഈ കാളയുടെ ശുക്ലം കൂടിയാണ് നിങ്ങൾ ഈ വെറും കാശ് കൊടുത്തിട്ട് ഈ കെമിക്കലും അതോടൊപ്പം തന്നെ കാളയുടെ ശുക്ലം കൂടെയാണ് കുടിക്കുന്നത്. അത് എന്റെ അറിയില്ലാത്ത എന്റെ കുഞ്ഞനുജന്മാർക്കും അനിയത്തിമാർക്കും അതുപോലെ തന്നെ എന്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഒരു വിധത്തിലും ഇത് കുടിക്കാതിരിക്കുക. ഇതിന്റെ ബാക്കിയുള്ള കണ്ടന്റുകളായ കെമിക്കൽസ് എല്ലാം വളരെയധികം ദോഷമാണ് ശരീരത്തിന്. അതുപോലെ തന്നെ കുടിക്കുമ്പോൾ നമ്മൾ ഒരു സിപ്പ് എടുക്കുമ്പോഴെങ്കിലും ആലോചിക്കുക, നമ്മൾ കുടിക്കുന്നതിന്റെ ഒരു കണ്ടന്റ്, അതായത് 0.4 കണ്ടന്റ് കാളയുടെ ശുക്ലം കൂടെയാണ് എന്ന് നിങ്ങളൊന്ന് ഓർക്കുക. അതുകൊണ്ട് ഇനിയുള്ള സമയങ്ങളിലെങ്കിലും, ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഇത് മേടിച്ച് കുടിക്കാൻ തുടങ്ങുമ്പോൾ അത് നിങ്ങൾ ഓർക്കുക, പൂർണ്ണമായിട്ടും കെമിക്കൽസ് ആണിത്. ഒരു രീതിയിലും നിങ്ങൾക്ക് എനർജി തരില്ല. ഏതെങ്കിലും നിങ്ങൾക്ക് എനർജി തന്നിട്ടുണ്ടെങ്കിൽ ആ എനർജിയുടെ പീരീഡ് കഴിഞ്ഞാൽ ഇതിന്റെ ഡബിൾ ക്ഷീണമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഉപേക്ഷിക്കുക പൂർണ്ണമായിട്ടും. പകരം നിങ്ങൾ വെള്ളം കുടിക്കുക. ജലം ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. വെള്ളം അത് കുടിക്കുക. നിങ്ങളുടെ ആരോഗ്യം എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഈ 2016 എന്റെ എല്ലാ അനിയന്മാരും അനിയത്തികളും എന്റെ എല്ലാ സുഹൃത്തുക്കളും ഇത് ഉപയോഗിക്കുന്ന എല്ലാവരും ദയവ് ചെയ്ത് ഇത് നിർത്തണമെന്ന് എന്റെ ഹൃദയം തുറന്നുള്ള എന്റെ ഒരു അഭ്യർത്ഥനയാണ്. അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വിഷയമായിട്ട് ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം ചോബി വയലങ്കൽ.